ആറ് കടന്നെത്തിയ കാട്ടുപോത്തുകളിലൊന്ന് ബഷീറിന് നേരെ പാഞ്ഞെടുത്തു. ബഷീറിനെ കൊമ്പിൽ കോർത്ത് ദൂരേക്കെറിഞ്ഞു. കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് കാട്ടുപോത്താക്രമണത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. DFO എത്താതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നിലപാടെടുത്തു. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരികയാണ്. ഇതിനെ നിയന്ത്രിക്കാനുള്ള ശേഷിയും പ്രായോഗിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളെ ഈ ഗവൺമെന്റ് വന്നതിനെ തുടർന്ന് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഫോറസ്റ്റുകാരായാലും പോലീസുകാരായാലും. ഇറങ്ങി ഒരു മനുഷ്യനെ കൊന്നത് മനപ്രയാസമുള്ള കാരണം തന്നെ. പിന്നെ എന്താണ് അതിനൊരു തീരുമാനം വനംവകുപ്പ് എടുക്കണം. ഈ കൃഷിഭൂമിയിൽ ഇറങ്ങരുത് അവരെ പോത്തും ആനയൊന്നും. പുനലൂർ DFO ഷാജികുമാർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. പ്രദേശത്ത് സൗരോർജ്ജ വേലി ഉടൻ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ബഷീറിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. കുളത്തുപുഴ മുതൽ പൂമ്പാറ വരെ തൂക്കുവേലി, സൗരോർജ്ജ തൂക്കുവേലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മാർച്ച് മാസം നമുക്ക് അതിനുള്ള ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതിയോളം പണി, 2.5 കിലോമീറ്റർ ദൂരത്തിൽ പണി, തൂക്കുവേലിയുടെ പണി പകുതിയോളം പൂർത്തിയായി. ഫോറൻസിക് ഉദ്യോഗസ്ഥർ മൃതദേഹം പരിശോധിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരാഴ്ചയ്ക്ക് മുൻപ് കുടുംബം സഞ്ചരിച്ച വാഹനം കാട്ടുപോത്ത് ആക്രമിച്ചിരുന്നു. കാൽനട യാത്രക്കാരനെതിരെയും കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വെച്ച് വന്യജീവി ആക്രമണമുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 പേർക്കാണ് പ്രദേശത്ത് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അഞ്ചൽ റേഞ്ച് ഓഫീസ് പരിധിയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.